ഇക്ക നിങ്ങളെന്താ ഇവിടെ എങ്ങനെ ഇരിക്കണേ? എനിക്ക് പണിക്ക് വന്ന് നോക്കി. എന്താ മുത്തൂസ് അങ്ങനെ വർത്താനം? എനിക്ക് പട്ടി നടക്കാനൊന്നും വയ്യ. നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് വീഡിയോയിൽ ഞാൻ യൂട്യൂബ് ഒക്കെ നിർത്തുകയാണെന്ന്. എനിക്ക് എന്തെങ്കിലും പണിക്ക് വെക്കുള്ളൂ. എന്താ മുത്തൂസ് അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് പറ്റി ജീവിച്ചാല്? അതൊന്നല്ല, ഇന്നലെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ വന്ന കമന്റ് കണ്ടില്ല നിങ്ങള്? എനിക്ക് വല്ല പണിക്കും പോകാനാ പറയണ എല്ലാരും. മുത്തൂസ് എന്ത് പണിക്ക് പോവാന്? എന്നാ കൈക്കോട്ടൊക്കെ കളിക്കാൻ പോയിക്കോളൂ. മുത്തൂസേ ഇപ്പൊ എന്താ എന്റെ പ്രശ്നം? എനിക്കല്ല പ്രശ്നം, നിങ്ങൾ എല്ലാവരും വീഡിയോസിൽ ഇടലുണ്ടല്ലോ. നാട്ടുകാർക്ക് നിങ്ങളെ പണി എന്താണെന്ന് പറഞ്ഞു കൊടുത്തൂടെ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ വിചാരം യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതല്ലേ? അങ്ങനെയൊന്നല്ല കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ വിചാരം ഉണ്ടാവും ഈ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിക്കൂടെ, എന്തെങ്കിലുമൊക്കെ ശരിയാണെങ്കിൽ പണിയെടുത്തൂടെ എന്നുള്ളൊരു വർത്താനം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. പല ആളുകളുടെ കമന്റിലുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പറയുമ്പോഴേ സുഖമുള്ള പരിപാടി ഒന്നല്ല. ഒരാൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ വേണം, പിന്നെ ഈ ഡയലോഗ് തെറ്റാതെ പറയണം. അതിന്റെ പുറത്ത് പല ആംഗിളിൽ നിന്ന് പല ടേക്കുകൾ എടുത്തിട്ട് ചിലപ്പോൾ ഒരു മിനിറ്റുള്ള വീഡിയോ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഒരു മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ടാവുന്നത്. ഇതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ആരും ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പണി എടുക്കണില്ല. പിന്നെ നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ എന്താ പണിക്കണം എന്നുള്ളത്? അപ്പൊ എന്റെ വർക്ക് വരുന്നത് ഇതാണ്, അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കാണ്. ഇതാ നമ്മൾ ബോർഡ് ഇതൊക്കെ കണ്ടില്ലേ? ഫോൺ നമ്പർ കാണിച്ചിട്ടില്ല, ഞാൻ അതിൽ വിളിച്ചിട്ട് ആൾക്കാർ തെറി പറയും. വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തും പറയാം. ഒക്കെ എന്റെ നമ്പർ തന്നെയാണ്. ഇതാ ഇന്റീരിയർ PK ഇന്റീരിയർ അലുമിനിയം ഫാബ്രിക്കേഷൻ, ഇതാണ് നമ്മളെ വർക്ക്. ഇതാ എല്ലാം നമ്മളെ തന്നെ, നമ്മുടെ സ്വന്തം വർക്കാണ്. ഇതാ ഇപ്പൊ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അലമാരയും അതേപോലെ തന്നെ ഇതാ കണ്ടില്ല ഷോക്കേസ്, ഇതിനൊക്കെ വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലാണ്ട് ഇപ്പൊ പണിയെടുക്കാണ്ട് ഇവിടെ ആരും ജയിക്കണില്ല. എല്ലാവരും വിചാരം യൂട്യൂബർമാർ അറിയുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമർ അറിയുമ്പോൾ എല്ലാവരും പണിയെടുക്കാണ്ട് ജയിക്കണം. കാര്യം എല്ലാവരും അതാച്ചാലും ജയിക്കണത്. ആര് ഇതേ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് 1 ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടംപോലെ വ്യൂ കിട്ടിയിട്ടൊന്നും ആരും ജീവിക്കണമെന്നില്ല. എല്ലാവരും കഷ്ടപ്പെട്ട് ഒന്നൊന്ന് കഷ്ടപ്പെട്ട് തന്നെ കയറി വരുന്നത് കണ്ടില്ല. നല്ല ഒറിജിനൽ തേന നമ്മളിവിടെ വെക്കുന്നുണ്ട്. ആർക്കും ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ നമ്മൾ കുറിയറായിട്ട് അയച്ചു തരും. അതേപോലെ തന്നെ നല്ല അടിപൊളി തേൻ നെല്ലിക്ക, ഇങ്ങനത്തെ ഒക്കെ പരിപാടി നമുക്കുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ? നമ്മൾ ഈ യൂട്യൂബ് അങ്ങനെ വെറുതെ എന്ന് പറയുന്നത്, എനിക്ക് യൂട്യൂബ് ഈ കഷ്ടപ്പാടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട എല്ലാ മേഖലകളിലും, ഒരു മേഖലകളിൽ നിന്നല്ല, നിങ്ങളൊക്കെ ഓരോ മേഖലകളിലേക്കാരം അതിലൊക്കെ ഒന്ന് കയറണം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒന്നില്ലെങ്കിൽ മറ്റാളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടിവരും. അത് നിങ്ങൾ ആലോചിക്കുക. ആ സപ്പോർട്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളി. അത്ര നമുക്ക് ചോദിക്കാനല്ലേ പറ്റുള്ളൂ, നിങ്ങൾ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി, വേണ്ടവർ വിളിച്ചോളി. അതേപോലെ നല്ല നല്ല അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക് ഇവിടെ തൊട്ട് അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി. അത് നമ്മൾ നല്ല പാകത്തിന് നമ്മൾ ചെയ്തു തരും ചെയ്യും. അപ്പോൾ പണിയെടുക്കാണ്ട് ജീവിക്കാൻ മാത്രം പറയാം.